ഡീസൽ പോലെ തന്നെ ആവും. കറക്റ്റ്. ഇത് ഇപ്പൊ ചേർക്കുന്ന ബ്ലെൻഡ് ആയി അറിയാൻ പോലും പറ്റത്തില്ല ഇത് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ ഓക്കെ. ഇതിനൊരു ഓയിലിന്റെ കളറല്ലേ നമ്മൾ അതിന്റെ അതെ അതെ ഞാൻ കണ്ടു. ഒരു വെളിച്ചെണ്ണ കളറാണ്. ഫോൺ അലൗഡ് അല്ല കമ്പനിക്ക് അകത്തോട്ട്. അപ്പൊ ഫോൺ ഗേറ്റിന്റെ അവിടെ വെച്ച് നമ്മള് കമ്പനി ഹാൻഡ് ഓവർ ചെയ്യണം. അവിടെ ടോക്കൺ എടുത്ത് കൊടുക്കണം. ടോക്കൺ എടുക്കും, അതാ ജസ്റ്റ് കൊടുക്കത്തുള്ളൂ. ടോക്കൺ തരും. അപ്പൊ നമുക്ക് ഫോൺ ഒരു കാരണവശാലും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ടാണ്. പിന്നെ മാക്സിമം ഗേറ്റിന്റെ അവിടം വരെയുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫാനാണ്. ഇതിന്റെ വയർ ഡിസ്കണക്ട് ചെയ്തിടണം, എന്നാൽ മാത്രമേ അവർ അകത്തോട്ട് കയറ്റത്തുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെ അത് ഈ പ്ലാന്റ് വന്നപ്പോഴാണ് അങ്ങനെ ഇത് പറഞ്ഞത്. ഇതിന് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ദിവസം വണ്ടിയെ നമ്മൾ ഞാൻ ഹെൽപ്പറായിട്ട് പോയായിരുന്നു ഇറക്കാൻ വേണ്ടി. ആ സമയത്ത് ഫാനിൽ അഴിപ്പിച്ച അതായത് ഇതുപോലെ ഡിസ്കാർട്ട് ചെയ്തു. അത് ഈ പ്ലാൻ 2014 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പൊ ഇതിന് എന്താ ഈ പ്ലാനിന് വലിയ പ്രത്യേകത ഉണ്ട്? അല്ല, ഇത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നൊക്കെ പറയുന്നത് നേരത്തെ നല്ല മാവോയിസ്റ്റ് പ്രശ്നമുള്ള ഇവിടെ പോലീസുകാരെല്ലാം ഫുൾ ടൈം പോക്കോട്ടെ. ഞാൻ വീഡിയോ എടുക്കാത്തെന്ന് വെച്ചാൽ അവര് പിന്നെ വിളിച്ച് ചോദിച്ചാൽ എന്താ ചെയ്യുന്ന. സാധാരണ പ്ലാനിന്റെ ഒക്കെ ഉള്ളില് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ സേഫ്റ്റി, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി എഴുതി വെച്ചേക്കും. പിന്നെ ബോർഡേല് എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹെൽമെറ്റ്. ഇവിടെ ആണെങ്കിൽ ബോംബ് നിർവീര്യമാക്കുന്ന കാര്യം, ബോംബ് കണ്ടുപിടിച്ച് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഭാഗം തുണിയും ബാഗിന് അതൊരു പ്രശ്നമില്ല. അപ്പൊ ഈ ബാഗിനെ എന്തുകൊണ്ട് കയറ്റാൻ പറ്റത്തില്ലെന്ന് നമ്മള് അതിൽ പ്ലാന്റിനുള്ളിൽ ചെന്ന ബോർഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതുപോലത്തെ സേഫ്റ്റി ഇഷ്യൂ ഉള്ളതാണ് ഒരു സാധനം അകത്ത് കയറാൻ സമ്മതിക്കാത്തത്. നമ്മൾ ബാഗെല്ലാം കൊണ്ടാ പോകുന്നെങ്കിൽ അതെല്ലാം എടുത്ത് വെളിയിൽ നമ്മൾ വെച്ചിട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ അവിടെ വണ്ടി നമ്മുടെ കമ്പനിയുടെ വേറെ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കാം. ഇവിടെ വെറുതെ എങ്ങനെ വഴി വെക്കണ്ടല്ലോ. അതെ അതെ. സാബ്ജി തോടാ സൈഡ് ചെയ്തോ, നോക്കി ബാക്കിൽ കയറും, പടമാവും. എടാ ഇവിടെ പശു മാത്രമേ പ്രശ്നമുള്ളെന്ന് പറഞ്ഞിട്ട് ആടും ഉണ്ടല്ലോ. പ്രശ്നമാണ്. ആട് പിന്നെ പശുവിനെക്കാളും കൂട്ടമായിട്ടാ വരുന്നത്. ആട് വന്നാ പിന്നെ രക്ഷയില്ല. ഇത് ഇവിടുത്തെ ലോക്കൽ സപ്ലൈ ചെയ്യുന്ന വണ്ടികളാണ് ഇത്രയും. അതെ അതെ. നമ്മളെ ഇങ്ങോട്ട് ലോഡ് കൊണ്ട് വരുവാണെങ്കിൽ ലോഡ് കൊണ്ട് പോകുന്ന വണ്ടികളാണ്. ഓക്കെ ഓക്കെ. ഇതെങ്ങനെന്നറിയോ, ഓരോ കമ്പനിക്ക് അവര് ഇത് കൊടുക്കുവാണ്, കരാർ കൊടുക്കുവാണ്.